will not touch them. Get back! This is Echoes of the Word, where the gospel is proclaimed for healing and hope. Let the word of God echo in your heart today. സഹോദരീ സഹോദരന്മാരെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ എത്രയോ പ്രാവശ്യം ഇടയനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സിംഹാസനത്തിലിരിക്കുന്ന രാജാക്കന്മാരെക്കുറിച്ചല്ല, വാൾ പിടിച്ച യോദ്ധാക്കളെക്കുറിച്ചല്ല, ഉൾക്കാട്ടിൽ കിടക്കുന്ന, മണ്ണിൽ കിടന്ന് ഉറങ്ങാതെ കാവൽ നിൽക്കുന്ന ഇടയൻ, തളർന്ന, പൊടിപിടിച്ച, എപ്പോഴും ജാഗരൂകനായ ഒരാൾ. ഇത് യാദൃശ്ചികമായല്ല. ഇസ്രായേലിൽ ഏറ്റവും പഴയ തൊഴിൽ ഇടയന്റെ ജോലി തന്നെയായിരുന്നു. അത് എളുപ്പമൊന്നുമായിരുന്നില്ല. ദീർഘമായ രാത്രികൾ, കാട്ടുമൃഗങ്ങൾ, തെറ്റിനടക്കുന്ന ആടുകൾ. മറ്റുള്ളവർ ഉറങ്ങാൻ ഇടയൻ ഉണർന്നിരിക്കണം. ഒരു ആട് തെറ്റിപ്പോയാൽ ഇനിയും 99 എന്നു പറഞ്ഞ് ഏതോ അക്കൗണ്ട് മാത്രം നോക്കുന്നില്ല അദ്ദേഹം. അവനെ തിരഞ്ഞുപോകുന്നു. ഈ ചിത്രം ദൈവത്തിന്റെ പരിചരണത്തെക്കുറിച്ച് ഒരു പ്രധാന സത്യമാണ് പറഞ്ഞുകൊടുക്കുന്നത്. ദൈവം മനുഷ്യരെ ഒരൊറ്റ കൂട്ടമായിട്ടല്ല സ്നേഹിക്കുന്നത്, അവൻ വ്യക്തികളെ സ്നേഹിക്കുന്നു. നീ ഒരു തിരക്കിനിടയിലെ ഒറ്റ മുഖമല്ല, നീ ഒരു പേരാണ്, അവൻ അറിയുന്ന ഒരു പേര്. നിന്റെ ശബ്ദം കേൾക്കുമ്പോൾ തിരിച്ചറിയുന്ന ഒരു സ്വരം. യഹോവ എന്റെ ഇടയൻ, എനിക്കൊന്നും കുറവുണ്ടാകുകയില്ല. ജീവിതം എളുപ്പമാണ് എന്നതിനല്ല, എന്നോടൊട്ടം ഇടയനുണ്ടെന്നതിനാലാണ്. ലോകസാഹിത്യവും ഇടയനെക്കുറിച്ച് സംസാരിക്കുന്നു, പക്ഷെ പലപ്പോഴും വളരെ വ്യത്യസ്തമായ ഒരു രീതിയിൽ. ഈസോപ്പിന്റെ ഇടയനും പുലിയും എന്ന കഥയോർമ്മയുണ്ടോ? ഒരു ചെറുപ്പക്കാരൻ ഇടയൻ ബോറടിക്കുന്നു. വളപ്പറക്കാരെ ഒന്ന് കളിയാക്കണം. അവൻ നിലവിളിക്കുന്നു, പുലി പുലി. പുലി ഒന്നുമില്ല, പക്ഷെ ഗ്രാമം ഉലയുന്നു. ഇത്തിരി കളി രസമായി തോന്നുന്നു. അവൻ വീണ്ടും വീണ്ടും തള്ളുവിളിക്കുന്നു. പിന്നീടൊരു ദിവസം നിജമായ പുലി വരുന്നു. അവൻ വീണ്ടും നിലവിളിക്കുന്നു, പുലി പുലി. പക്ഷെ ഇപ്രാവശ്യം ആരും വിശ്വസിക്കുന്നില്ല. ആടുകൾ ആക്രമിക്കപ്പെടുന്നു. മന്ദം നശിക്കുന്നു. കാരണം ഇടയൻ തന്റെ തൊഴിൽ ഒരു കളിയാണെന്ന് കരുതി. തള്ളു പറയുന്നവനെ അവൻ ശരി പറയുമ്പോഴും ആരും വിശ്വസിക്കുകയില്ല. ആ ഇടയൻ ഭയത്തോടും വിശ്വാസത്തോടും കളിക്കുന്നു. യേശുക്രിസ്തു നല്ല ഇടയൻ, അതിന്റെ മുറ്റം മറുവശം. അവൻ ഒരിക്കലും നമ്മുടെ ഭയം ഉപയോഗിച്ച് കളിക്കാറില്ല. അവൻ മുന്നറിയിപ്പ് നൽകുമ്പോൾ അതൊക്കെ ശരിയായ ഭീഷണി തന്നെ. അവൻ പരിചരണം വാഗ്ദാനം ചെയ്യുമ്പോൾ അത് ഉറപ്പുള്ള പരിചരണമാണ്. അവൻ ദൂരത്തുനിന്ന് പുലി പുലി എന്ന് വിളിക്കുന്ന അജാഗ്രതനായ ബാലനല്ല. അവൻ നമുക്കും പുലിക്കുമിടയിൽ നിന്നുകൊള്ളുന്നവനാണ്. ആടുകൾക്കായി സ്വന്തം ജീവൻ നൽകുന്ന നല്ല ഇടയൻ. കവി വില്യം ബ്ലേക്ക് ഒരിടയനെപ്പറ്റി എഴുതുന്നു, അവൻ ജാഗരൂകനാണ് അവർ സമാധാനത്തിൽ കഴിയുമ്പോൾ. കാരണം അവർ അറിയുന്നു അവരുടെ ഇടയൻ അടുത്തിരിക്കുന്നപ്പോൾ. ക്രിസ്തുവിന്റെ എത്ര മനോഹരമായ ചിത്രം! പലപ്പോഴും നമ്മിൽ പലരും യേശു എന്തെങ്കിലും വലിയ കാര്യം ചെയ്യുന്നത് കാണുന്നില്ല. എന്നാലും അവൻ ജാഗരൂകനാണ് നമ്മൾ സമാധാനത്തിൽ കഴിയുമ്പോൾ. നമ്മൾ പോലും ശ്രദ്ധിക്കാതെ പോകുന്ന വിധത്തിൽ അവൻ നമ്മെ കാക്കുന്നു. എന്നാൽ ഉള്ളിലെവിടെയോ നമ്മുടെ ഹൃദയം തിരിച്ചറിയും, ഇടയൻ എന്നോടടുത്തുണ്ട് എന്ന്. സുവിശേഷത്തിൽ നാം വായിക്കുന്നു, യേശു പുരശാധെ നോക്കി ഇടയനില്ലാത്ത ആടുകൾ പോലെ നിരാലംബരും പീഡിതരുമായ അവരെ കണ്ടപ്പോൾ അവന്റെ മനസ്സ് കരുണ കൊണ്ടു നിറഞ്ഞു. അവൻ വിശന്നവരെ കാണുന്നു, ആത്മീയമായ വിശപ്പ്, ശാരീരികമായ വിശപ്പ്. അവൻ മറിച്ചു നോക്കിയില്ല, അവൻ ഉപദേശിക്കുന്നു, അവൻ ഭക്ഷണം കൊടുക്കുന്നു, അവൻ സൗഖ്യമാക്കുന്നു. അവസാനം വേതനത്തിനായി രക്ഷപ്പെടുന്ന വാടക പണിക്കാരൻ ഒരിക്കലും ചെയ്യാത്ത കാര്യം അവൻ ചെയ്യുന്നു. ആടുകൾക്കായി സ്വന്തം ജീവൻ അവൻ നൽകുന്നു. ഈ ഇടയന്റെ സ്നേഹം നമ്മുടെ ഉള്ളിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ദൈവം നമ്മുടെ ഉള്ളിലുണ്ടാക്കിയിരിക്കുന്ന ഒരു വിശ്വാസമാംസപേശിയുണ്ട്. അതുതന്നെയാണ് സഹാനുഭൂതി. ദൈവപുത്രൻ നമ്മിലൊരാളായി ജനിച്ചു, നമുക്കുവേണ്ടി മരിച്ചു. അതിനു പിന്നിൽ ഈ സഹാനുഭൂതിയുടെ ഹൃദയം തന്നെ. ഇടയനില്ലാത്ത ആടുകൾ പോലെ ജനങ്ങളെ കണ്ടപ്പോൾ അവന്റെ ഹൃദയം കരുണ കൊണ്ട് നിറഞ്ഞത് ഇതുകൊണ്ടാണ്. അവൻ സമയം ചിലവാക്കി, പഠിപ്പിക്കാൻ, സൗഖ്യമാക്കാൻ, കൂടെ നടക്കാൻ. സഹാനുഭൂതി സഹതാപം പോലെയല്ല. സഹതാപം ദൂരെ നിന്ന് കരുണ തോന്നുന്നത് മാത്രം. സഹാനുഭൂതി ഒരാളോട് കൂടെ നടപ്പാണ്. അന്ധകാര താഴ്വാരയിലൂടെ ആടുകളോടൊപ്പം നടക്കുന്ന ഇടയനെപ്പോലെ. ഇത് ചോദിക്കും, അവൻ അല്ലെങ്കിൽ അവൾ അങ്ങനെ ചെയ്തതെന്തിനായിരുന്നു? പിന്നെ ഇപ്പോൾ ഞാൻ എങ്ങനെ കൈപിടിച്ചു നിർത്താം? നമ്മുടെ സ്വന്തം അനുഭവങ്ങൾ ഒന്ന് തിരഞ്ഞു നോക്കും. ഇതുപോലെ എനിക്കൊരിക്കൽ തോന്നിയിട്ടില്ലേ? അങ്ങനെ ചെയ്യുമ്പോൾ നാം മറ്റൊരാളുടെ അടുത്തേക്ക് മുകളിൽ നിന്നല്ല, അവന്റെ ഉള്ളിലേക്ക് കടന്ന് സമീപിക്കുന്നു. നല്ല ഇടയൻ ഇങ്ങനെയാണ് നമ്മെ സ്നേഹിക്കുന്നത്.
അതുപോലെ തന്നെ ഇങ്ങനെ സ്നേഹിക്കാൻ അവൻ നമ്മെ പരിശീലിപ്പിക്കുന്നു. കൈത്താങ്ങ്, ശ്രദ്ധ, സാന്നിധ്യം ഇവ ക്രിസ്തുവിൽ സൗഖ്യത്തിന്റെ വാതിൽ തുറക്കുന്ന കീലുകളായി മാറുന്നു. ഇടയൻ നമ്മെ തീറ്റിക്കുന്നു, നാം മറ്റുള്ളവരെ തീറ്റിക്കുന്നാടായി. അവൻ നമ്മെ പരിചരിക്കുന്നു, നാം വഴിതെറ്റിയവർക്കും ഭീതിയിലായവർക്കും മുറിവേറ്റവർക്കും അവന്റെ പരിചരണ സാന്നിധ്യമായി മാറാൻ. ഈ ഇടയൻ ഭയത്തിന്റെ, പാപത്തിന്റെ, നിരാശയുടെ പുലികളുടെ മുന്നിൽ നമുക്ക് മുന്നിൽ നിൽക്കുന്നവനാണ്. ഇരുട്ടേറിയ രാത്രി മുഴുവൻ ഉണർന്നിരിക്കുന്ന ഇടയൻ. നമ്മുടെ ശരീരമേ അല്ല, മനസ്സും ആത്മാവും കാക്കുന്ന ഇടയൻ. ഇവന്റെ ഈ ചിത്രം നമ്മോടൊരു നിശ്ശബ്ദ ചോദ്യം ചോദിക്കുന്നു. ദൈവം ഇങ്ങനെ നമ്മെ സംരക്ഷിക്കുന്നുവെങ്കിൽ നാം അവനോട് എന്താണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? ഇടയൻ നമ്മെ തീറ്റിക്കുന്നു, നാം മറ്റുള്ളവരെ തീറ്റിക്കുന്നാടായി. അവൻ നമ്മെ കാക്കുന്നു, നാം മുറിവേറ്റവർക്കായി ഒരു സുരക്ഷിത സ്ഥലമാവാടായി. അതുകൊണ്ടിന്നിവിടെ ഈ സത്യത്തിൽ ഒന്ന് വിശ്രമിക്കൂ. നിന്നെ ദൈവം കാണുന്നു, നിന്നെ അവൻ കാവൽ നിൽക്കുന്നു, നിന്നെ അവൻ സ്നേഹിക്കുന്നു. ശ്രദ്ധിച്ചു കേൾക്കൂ, ഇടയൻ ഇന്നും നിന്നെ പേരു വിളിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവായ യേശുവേ, നല്ല ഇടയാ, എന്റെ ജീവിതത്തിലേക്കുള്ള നിന്റെ പരിചരണത്തിൽ വിശ്വാസം വയ്ക്കാൻ എന്നെ പഠിപ്പിക്കണമേ. നിന്റെ ശബ്ദം തിരിച്ചറിയാനും നീ മുന്നിൽ വയ്ക്കുന്ന ആവശ്യങ്ങളെ സേവിക്കാനുമായി എന്റെ ഹൃദയം ഒരുക്കണമേ. സഹാനുഭൂതിയുള്ള ഒരു ഹൃദയം എന്നിൽ രൂപപ്പെടുത്തണമേ. നീ എന്നോടൊപ്പം എത്തുന്നതുപോലെ മറ്റുള്ളവരോടൊപ്പം ഞാനും നടക്കാനായി എന്നെ വീട്ടിലെത്തിക്കണമേ. എന്റെ ഹൃദയം നിന്റെ ഹൃദയത്തെപ്പോലെ മാറണമേ. ആമേൻ. Thank you for praying with us through Echoes of the Word. May the Lord bless you and heal your heart. If this message helped you, share it with someone who needs His word today.